ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സദ്യക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള കിച്ചടിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് കേട്ടോ കിച്ചടി എന്ന് പറയുന്നത്. അപ്പം വെള്ളരിക്ക വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് വെള്ളരിക്ക ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളരിക്കൊന്ന് വേവിച്ചെടുക്കാൻ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും മറന്നു പോകരുത് കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോയെക്കുറിച്ച് എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും അതൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കും കൂടി ചെയ്യണേ. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ളൊരു അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട്. 3 മുളകാണ് ഞാൻ ചേർക്കുന്നത്. പച്ചമുളക് ചേർക്കുമ്പോൾ എപ്പോഴും നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ടൊരു 1/4 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് 3ഉം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് തരട്ടെ. അപ്പോഴേക്ക് തന്നെ നമ്മുടെ വെള്ളരിക്കയ്ക്ക് നന്നായി വെന്ത് വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. വെള്ളം കൂടുതലുണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കണേ. ഇപ്പോൾ വെള്ളരിയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അരപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഗ്യാസിലാണെങ്കിൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇത് അരപ്പ് ചേർത്തിട്ട് നന്നായി തിളയ്ക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായി വന്നാൽ മതി. അതിനുശേഷം പച്ച കടുക് ഒന്ന് ചതച്ചിട്ട് കുറച്ച് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇത്രയും മതി. ഇനി ഇത് ഇറക്കി വയ്ക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടുള്ള വറവൊന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഇതാ ചീനച്ചട്ടി വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടായി വരുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ടൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകിട്ട് കടുക് മുഴുവനായിട്ട് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രം അതിലോട്ടൊരു 3 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമ്മൾ വറവൊന്ന് റെഡിയാക്കി എടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് കേട്ടോ കിച്ചടി എന്ന് പറയുന്നത്. ഇനി ഇതാ ഞാൻ ഈ വറവ് നമ്മുടെ കിച്ചടിയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഈ വറവ് ചേർത്ത് ഉടനെ ഞാൻ ഇളക്കി കൊടുക്കുന്നില്ല. ഒരു 5 മിനിറ്റ് സമയം ഇതുപോലെ തന്നെ ഒന്ന് അടച്ചു വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് സമയം ഒന്ന് അടച്ചു വയ്ക്കുകയാണ്. അതിനുശേഷം നമുക്കിത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം ഇത് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ഇതാ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വിഭവമാണ് സദ്യക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള കിച്ചടി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.